പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. ചോക്കാട് പഞ്ചായത്തിൽ വീണ്ടും ലൈഫിനെ ചൊല്ലി ബഹളം. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഇരച്ചുകയറി. ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും എഗ്രിമെന്റ് വെക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബോർഡ് യോഗം തടസ്സപ്പെടുത്തിയത്. അടുത്തു നടക്കുന്ന ബോർഡ് യോഗത്തിൽ ഒന്നാമത്തെ അജണ്ടയായി വിഷയം ചർച്ച ചെയ്യാമെന്ന പഞ്ചായത്ത് സെക്രട്ടറി നേരത്തെ ഗുണഭോക്താക്കൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാത്തതാണ് പ്രകോപനങ്ങൾക്ക് കാരണം. സെക്രട്ടറിയുടെ നേരിട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ചാർജുള്ള മാഡത്തിന്റെ അടുത്ത് ഞങ്ങളാണ് ഈ ഗുണഭോക്താക്കളെയും കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞു തൊട്ടടുത്ത ബോർഡിൽ, വ്യക്തമായി പറഞ്ഞതാണ്, തൊട്ടടുത്ത ബോർഡിൽ ഇത് അജണ്ട വെച്ച് ചർച്ച ചെയ്യുന്നു മാഡം പറഞ്ഞതാണ്. അതുവരെ ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ആ തൊട്ടടുത്ത ബോർഡാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ ഞാൻ പറയട്ടെ, ഇതിൽ ഈ അജണ്ടയായിട്ട് വെച്ചിട്ടില്ല ഉണ്ടോ? ഇങ്ങനെ വിജിലൻസ് ഞാൻ പറയട്ടെ, വിജിലൻസ് അന്വേഷണം നേരിട്ട ലൈഫ് ഗുണഭോക്താക്കളുടെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ഒരു അജണ്ട ഈ ബോർഡിലില്ല. ഞാനത് ചോദ്യം ചെയ്തു. ഈ മീറ്റിംഗ് നോട്ടീസ് ഞാൻ ഒപ്പിട്ട് വാങ്ങില്ല എന്ന് ഞാൻ കർശനമായിട്ട് പറഞ്ഞു. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ മാഡം പറഞ്ഞു ഈ 2024-25 വാർഷിക പദ്ധതിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. പ്രസിഡന്റ് അടക്കാണ് പറഞ്ഞത് അല്ലെ? ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കച്ചറുണ്ടാക്കിയോണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു തീരുമാനം വന്നത്. അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം വരില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു പോയിട്ടുണ്ട് ഈ ഗുണഭോക്താക്കളെ ഇല്ലേ? ഒരുപാട് എന്താ പറയാ, ഒന്നും രണ്ടും പ്രാവശ്യമല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങിന് ഇവര് ഗുണഭോക്താക്കൾ സെക്രട്ടറി അടുത്തേക്ക് വന്ന സമയത്ത് 30-ാം തീയതി ഇവർക്ക് പൈസ കയറുന്നുള്ള തെറ്റിദ്ധരിപ്പിച്ചു. കയറുവോ? ഈ 30-ാം തീയതി കയറില്ലെന്ന് AS പറഞ്ഞില്ലേ, സെക്രട്ടറി പറഞ്ഞില്ലേ, കയറില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഈ ബോഡിക്ക് അജണ്ട ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അജണ്ട ഈ 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തികളെ ഗുണഭോക്താക്കളെ നേരിട്ട് അവർക്കാണ് ഈ തീരുമാനം പറയേണ്ടത്, ഞങ്ങൾക്കല്ല. അവരാണ് ഇതിന്റെ ഇടപെടൽ വന്നിട്ടുള്ളത്. അവർക്ക് ഈ തീരുമാനം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ബോഡിക്ക് വന്നത്. അപ്പൊ അജണ്ട ഇല്ല, ഇതിലേക്ക് അനുമതിയില്ലാതെ കയറി വന്നു എന്നുള്ളത് സെക്രട്ടറി പറയാൻ പാടില്ല. 2020-21 ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 30 പേരെ അനർഹത ആരോപിച്ച് ലിസ്റ്റിൽ നിന്നും പുറന്തള്ളിയിരുന്നു. പിന്നീട് ഇവരെ ഗ്രാമസഭ ചേർന്ന് അംഗീകരിക്കുകയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് ഗുണഭോക്താക്കളുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. വിജിലൻസ് അന്വേഷണം നേരിട്ട വിഷയമായതിനാൽ വിജിലൻസിൽ നിന്ന് മറുപടി ലഭിക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. നവീനേഷിനെതിരെ നടപടിയെടുക്കാൻ ആദ്യത്തെ ഇതിന്റെ കടമ്പ. കാരണം നമ്മൾ ആ നവീനേഷിന് മുമ്പിൽ കൊടുത്ത സാധനം എന്താ അറിയോ? നമ്മുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, BPL സർട്ടിഫിക്കറ്റുകൾ, വരുമാനം, അതുപോലെ നമ്മുടെ NOC കൊടുത്തേക്ക് എന്താ, ലൈഫ് ഗുണഭോക്താവ് അല്ലേ? ലൈഫ് ഗുണഭോക്താവിന്റെ NOC, ആധാരത്തിന്റെ കോപ്പി, ലൊക്കേഷൻ എല്ലാവരെയും കൊടുത്തു. ഇനി നവീനേഷിന് OTP കിട്ടിയാൽ മതി, നമ്മളെ പേര് സിം എടുക്കാം, എന്തും ചെയ്യാം. ആ ഉദ്യോഗസ്ഥൻ പറയാണ് ഇത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇയാൾക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്താ അധികാരമുള്ളത്? ഉദ്യോഗസ്ഥന് അധികാരമല്ലോ. അപ്പൊ ആ അധികാരം ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥ നടപടി. രണ്ടാമത്തെ കാര്യം, ഇന്ന് വരെ ഈ പറഞ്ഞതിൽ മാറ്റി നിർത്തപ്പെട്ട റസിയ എന്ന് പറയുന്ന ഗുണഭോക്താവിനെ മറികടന്ന് വേറെ കൊടുക്കുന്ന ഉത്തരവ് ഒരുപാട് കിട്ടിയില്ല. പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ആര്യാക്കുണ്ട്, ആര്യാക്കാനെ മറികടന്ന് വേറെ കൊടുക്കുന്ന ഉത്തരവ് വന്നിട്ടില്ല. പിന്നെ എങ്ങനെ മാറ്റും? ഒരു ഭിന്നശേഷി കുട്ടിന് മമ്പാട്ടില്ല, ആ കുട്ടിയെ മറികടന്ന് കൊടുക്കണമെന്ന് ഇവിടെ ഉത്തരവില്ല. എന്നിട്ടും നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്ര വട്ടം പോയി അറിയോ? അവർക്കറിയാം ഭരണസമിതി തീരുമാനിക്കും പോകണമെന്ന് പറയും, പോകും. പോയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞു, PMAYന്റെ ഇത് വരുന്നുണ്ട് എന്ന് അതുകൂടി കൊടുക്കട്ടെ, സമ്മതിച്ചു. എന്നാൽ PMAY കഴിഞ്ഞാൽ ബാക്കി നോക്കിയാൽ മതിയല്ലോ. അവസാനം PMAY എഗ്രിമെന്റ് വെച്ചു. ഈ എഗ്രിമെന്റ് വെച്ചിട്ട് ഇവരോട് പറയുമ്പോൾ അതിന് മറുപടിയില്ല. ഇവർ ഇങ്ങനെ നിരുത്തരവാദിത്തമായി കൊണ്ടുപോകും. അത് മാത്രമല്ല
ഉത്തരവാദിത്തപ്പെട്ട ഒരു 13ാം വാർഡിലെ ഒരു പാർട്ടിയുടെ ആളാണെന്ന് തോന്നുന്നത്. അദ്ദേഹം ഈ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ആ കത്തിന് ജയശ്രീ എന്ന് പറഞ്ഞ ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി കൊടുത്ത മറുപടി എന്താ അറിയോ? അത് ലൈഫിൽ വിജിലൻസിൽ കേസുണ്ടെന്ന്. ഒരു ഉദ്യോഗസ്ഥൻ കേസുണ്ടെന്ന് പറയുമ്പോൾ കേസ് നമ്പർ കിട്ടണം, പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ പരാതിക്ക് നമ്പറുണ്ട്, നടപടിക്ക് നമ്പറുണ്ട്, പ്ലെയിൻ പേപ്പറിൽ കൊടുത്തു. അറിയോ? എന്നിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്ത് പണിയാണ് ചെയ്തത്? കേസുണ്ടോ? നമ്പറുണ്ടോ? ഇല്ല. പിന്നെ എന്തെങ്കിലും ചെയ്തു? അവർ അവസാനം പറഞ്ഞു ഞാൻ തെറ്റ് പറ്റി എന്നിട്ട് കുഴപ്പമില്ല, ഈ ഇവർക്ക് ഇത് കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞു പോയി. ഇപ്പോ നമ്മളിതിൽ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുന്നത് ഈ ഗുണഭോക്താക്കൾ എത്ര ഉണ്ട്, ആ ഗുണഭോക്താക്കൾക്ക് പണം കൈമാറുക, വീട് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ആര് തടസ്സം നിന്നാലും തടസ്സം നിന്ന് പറയുന്നത് വ്യക്തമായി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗുണഭോക്താവിനെ മറികടന്ന് മറ്റു ഗുണഭോക്താവിന് കൊടുത്തത്? അതിന് അർഹതാമാനദണ്ഡം ലംഘിക്കാൻ ഒരാൾക്ക് അധികാരമില്ല. ലൈഫ് ഗുണഭോക്താക്കളുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ബോർഡ് യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. വിഷയത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഗുണഭോക്താക്കൾ തടഞ്ഞുവെച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടതും വീട് ലഭിക്കാത്തവരുമായ മുഴുവൻ പേർക്കും നടപ്പ് വർഷം വീടിനുള്ള മുഴുവൻ ഫണ്ടും അനുവദിക്കുമെന്ന് ബോർഡ് യോഗം ഉറപ്പു നൽകി. ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ച് പുറത്തിറങ്ങാൻ ശ്രമിച്ച സെക്രട്ടറിയെ തടഞ്ഞു നിർത്തി വീണ്ടും ഇരിപ്പിടത്തിലെത്തിച്ചു. തുടർന്ന് ശക്തമായ പോലീസ് കാവലിലാണ് ബോർഡ് യോഗം നടന്നത്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം കൊമ്പുകോർത്തു. ഗുണഭോക്താക്കളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന സെക്രട്ടറി 48 മണിക്കൂറിനുള്ളിൽ അന്തിമ തീരുമാനം അറിയിക്കാമെന്ന് ഉറപ്പു നൽകി. ഇതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തിന് ശേഷം LDF, UDF ചേരിതിരിഞ്ഞ മുദ്രാവാക്യം വിളിച്ചാണ് രംഗം വിട്ടത്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.